ഹായ്, ഗ്രേസ് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു എഗ് പൊറോട്ടയാണ്, മുട്ട പൊറോട്ട, അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ ഗോതമ്പോ അല്ലെങ്കിൽ മൈദയോ ഏതാണ് നിങ്ങൾ ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്നത്, ആ മാവിട്ട് നമ്മൾ ചപ്പാത്തിക്കുള്ള ഉണ്ട ഉരുട്ടുന്ന പോലെല്ലാം ഉരുട്ടി വെക്കുക. ഒരു നിങ്ങൾക്ക് ആവശ്യത്തിന് ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു 3 മുട്ടയാണ്. 3 മുട്ടയ്ക്കകത്ത് ഒരു മീഡിയം സവാള, ഇച്ചിരി മല്ലിയില, ഒരു പച്ചമുളക്. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിക്കനുസരിച്ച് മുളക് ചേർക്കാം. പിന്നെ ഇത് ഉപ്പിട്ട് ഇച്ചിരി മുളകും മല്ലിയിലയും ഉള്ളി, ഇത്രയും സാധനം വേറെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി ആദ്യം പരത്തിയതിന് ശേഷം നിങ്ങൾ പൊറോട്ടയ്ക്ക്, ഈ സ്പെഷ്യൽ പൊറോട്ടയാണ്, അത് ഞാൻ കാണിക്കുന്ന രീതിയിൽ മാർക്ക് ചെയ്യണം. ഇതേ രീതിയിൽ മാർക്ക് ചെയ്യുക, മനസ്സിലായല്ലോ. എന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് എണ്ണ, പൊറോട്ട ആയതുകൊണ്ട് നമ്മൾ എണ്ണ തൂക്കും. ഇവിടെ ഫുള്ള് തൂക്കിയിട്ട് കുറച്ച് പൊടി വിതറുക. എന്നിട്ട് മടക്കേണ്ട രീതി ഇങ്ങനെയാണ്. 2 സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇതിൻ്റെ മേളിലും കുറച്ച് എണ്ണ തൂക്കുക. അതിനുശേഷം പൊടി ഇട്ടതിന് ശേഷം ഈ മടക്കിയ ഭാഗം നിങ്ങൾ ഇങ്ങോട്ട് മടക്കണം. അതുപോലെ സ്വല്പം പൊടി ഇടുക, ഇതും ഇങ്ങോട്ട് മടക്കുക. മടക്കിയതിന് ശേഷം സ്വല്പം എണ്ണ തേക്കുക. പൊടി ഇടുന്നത് നമ്മൾ ലെയർ ആക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ലാസ്റ്റിൽ മടക്കി നിങ്ങൾ പൊടിക്കകത്ത് മുക്കി സാധാ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തണം. അത് ചപ്പാത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്താം. ഞാനിപ്പോൾ ഈ സ്ക്വയർ രീതിയിലാണ് പരത്തിയത്. എന്നിട്ട് നിങ്ങൾ മുട്ടയ്ക്കകത്ത് മുക്കുക. ഇതേ രീതിയിൽ 2 സൈഡും ഈ മുട്ട ഉള്ളി ആ മിക്സറിൽ മുക്കിയിട്ട് കല്ല് ചൂടാക്കാൻ വെക്കുക. ചൂടായ കല്ലിൽ സ്വല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ഈ പൊറോട്ട ഇങ്ങനെ വെക്കുക. ഇത് 2 സൈഡും ഒന്ന് വേവണം. വെന്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. സ്വല്പം തീയൊന്ന് മീഡിയം ഹീറ്റിൽ തന്നെ ഇത് ചൂടാകട്ടെ കേട്ടോ. അതിന് ശേഷം ഒരു സൈഡ് നമുക്ക് തിരിച്ചിടാം. ഇനി മറു സൈഡ് ഇതുപോലെ തന്നെ ഒന്ന് കുക്കാകണം. നമ്മൾ എന്നും ഒരു ചപ്പാത്തി ഒരേ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മടുപ്പല്ലേ, നമുക്ക് ഒരു വെറൈറ്റി ഒക്കെ ആകാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതിപ്പം മുട്ട ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ടാണ് പൊറോട്ട എന്ന് ഞാൻ പറഞ്ഞത്. സാധാ രീതിയിലും നമുക്ക് മുട്ട മുക്കാതെ തന്നെ ഇതേ രീതിയിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇടയ്ക്കൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ എനിക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യത്തിന് മൊരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ സാധാരണ രീതിയിലൊന്ന് വേവിച്ചെടുക്കുകയോ ചെയ്യാം. നമുക്ക് മുട്ട പപ്സ് റെഡിയായി. മുട്ട പൊറോട്ട ഇതൊന്ന് കണ്ടാലോ? കണ്ടോ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉള്ളി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സ്വല്പം ഉള്ളി അതിനകത്തൊക്കെ വെക്കുകയും ചെയ്യാം. ഇവിടുത്തെ എൻ്റെ കുഞ്ഞിന് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ വെക്കാഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.